അസ്സലാമു അലൈക്കും. ബേക്കിംഗ് പൗഡറോ തൈരോ മുട്ടയോ ബേക്കിംഗ് ടൂൾസോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല പഞ്ഞി പോലുള്ള അടിപൊളി കേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതും ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം ഉണ്ടല്ലോ, ആ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിൻ്റെ കുഞ്ഞി ജാറൊക്കെ എടുത്തിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 3 ഏലക്കയും നല്ല നൈസായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഏലക്കയും പഞ്ചസാരയും പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ആ ഒരു കപ്പിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മുടെ ഈ ഒരു കേക്ക് നല്ല രീതിയിലായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു ബൗൾ എടുക്കുക. അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് തുടച്ച് കളഞ്ഞിട്ട് ഇതാ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമ്മളിതാ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി കേട്ടോ, 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അതൊക്കെ 1 കപ്പ് ഗോതമ്പ് പൊടി കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ അതാ ആ ഒരു അരിപ്പിലോട്ട് തന്നെ ഞാനിവിടെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, 1/2 അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അത്ര മാത്രം മതിയാകും. പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കേക്ക് കിട്ടും. അതല്ലെങ്കിൽ പകുതി മൈദാപ്പൊടിയും പകുതി ഗോതമ്പ് പൊടി വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ പഞ്ചസാരയും ഏലക്കയും പൊടിച്ചത് അതിൽ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ നമുക്ക് മധുരം കറക്റ്റായിരുന്നു. ചിലർ പഞ്ചസാര അൺഹെൽത്തി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ശർക്കര വെച്ചിട്ടും ചെയ്യാം. ശർക്കര എടുക്കുന്ന സമയത്ത് നല്ല കല്ലും അതുപോലെ തന്നെ ഈ മണ്ണും ചെളിയൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ശർക്കര തന്നെ നോക്കിയെടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളം ചൂടുള്ള പാല്, ഞാനിതാ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം 1 കപ്പ് പാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചിലർ ഗോതമ്പ് പൊടിൻ്റെ ഒക്കെ കണക്കിനനുസരിച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറവ് വരാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കാൻ ആരും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മാവ് കണ്ടല്ലോ, ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല, ഈ രൂപത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള കേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇച്ചിരി പാലും കൂടി ഒഴിച്ചിട്ട് അത് ലൂസാക്കി എടുക്കാൻ ശ്രദ്ധിക്കട്ടോ. മറ്റേത് നമ്മുടെ കേക്ക് ഹാർഡായി പോകും. ഇത് നമ്മുടെ കേക്കിന് പറ്റിയ ഒരു ബാറ്റർ നല്ല ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. അവ വേണമെന്നുള്ളവർക്ക് നട്ട്സൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ ഉണ്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചായപാത്രം ഞാൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം വലിയ ചായപാത്രമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് ചായപാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം, സ്റ്റീലിൻ്റെ എടുക്കുക, നോൺ സ്റ്റിക്കിൻ്റെ എടുക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ കയ്യിലുള്ള വെച്ച് ചെയ്യട്ടോ. അപ്പോൾ അടിഭാഗത്തൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ സൺഫ്ലവർ ഓയിൽ നല്ല രീതിയിൽ തന്നെ എല്ലാ സൈഡിലും നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഒരിക്കലും ഒരുപാട് ചൂടിൽ വെച്ചിട്ട് നിങ്ങളതൊന്ന് ബേക്ക് ചെയ്തെടുക്കരുത്. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം. വളരെ എളുപ്പം തന്നെ ആയിക്കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ ആ കേക്കിന് ഒരുപാട് സമയം എടുക്കണമല്ലോ, അതങ്ങനെയൊന്നുമില്ല. ഏകദേശം ഒരു 25-30 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എല്ലാ സൈഡിലേക്കും ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മാവ് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ബാറ്റർ ഇതാ ഒഴിച്ച് കൊടുക്കുകയാണ്, മുഴുവനായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ. പോരാത്തിന് നമ്മുടെ മക്കൾ വീട്ടിലുള്ള സമയമാണ്. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെയാണ്. നമ്മളിവിടെ ഏലക്കാപ്പൊടിയാണ് ചേർത്തത്. അപ്പോൾ കുറച്ചും കൂടി ഒരു വേറെ സ്മെല്ല്, ഒരു വാനില എസൻസിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ആക്കട്ടോ. അപ്പോൾ മാവ് ഇതാ മുഴുവനായിട്ട് ഞാനൊരു സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ഇതാ മുഴുവനായിട്ട് വടിച്ച് നമ്മുടെ ഈ ഒരു ചായപാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ട് 2-3-4 തട്ടൊക്കെ തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതിനത് പാകത്തിൽ അടുപ്പ് കിട്ടണം കേട്ടോ. എനിക്കത് കറക്റ്റായിട്ട് തന്നെ വന്നു, നല്ല രീതിയിൽ തന്നെ അടഞ്ഞു നിൽക്കും. അപ്പോൾ എൻ്റേത് വലിയ ചായപാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അടുപ്പ് വെച്ചത്. ചെറിയ കുഞ്ഞു പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ അടുപ്പ് വെക്കുമ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ പൊള്ളച്ച് മുകളിലോട്ട് വരും. അപ്പോൾ തൊട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഈ കുണ്ടുള്ള പാത്രം ഉണ്ടല്ലോ, അത് കമിഴ്ത്തിട്ട് കൊടുത്താൽ മതിയാവും.
അപ്പോൾ നമ്മുടെ ഈ ഒരു ചട്ടി ഞാൻ നല്ലവണ്ണം ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുത്തത് കേട്ടോ. ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനൊക്കെ അടിയിൽ വെച്ച് കൊടുക്കുക, ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കും. ഇവിടെ ഞാൻ 25 മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ നമ്മളത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പടക്കോലോ അല്ലെങ്കിൽ ഈർക്കിളിയോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇതായിട്ട് ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയത് നടുഭാഗത്തൊക്കെ ഒന്ന് കുത്തി നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിരിക്കണേ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇങ്ങനെ കുത്തുന്ന സമയത്ത് വന്നിട്ടില്ലെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കട്ടോ. അപ്പോഴേക്കത് വെന്ത് കിട്ടിക്കോളും. ഞാൻ അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മാത്രം അതൊക്കെ വിട്ട് വന്നിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്പാച്ചിൽ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചൂടാറിയതിന് ശേഷം മാത്രം അത് ഇളക്കിയാൽ മതി. ഓടിപ്പോയിട്ട് ഇളക്കാൻ നിന്നാൽ കണ്ടായിട്ട് പറഞ്ഞ് കയ്യിൽ ഊരും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. അത്രയും സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ കണ്ടല്ലോ, നല്ല സൂപ്പറായിട്ടാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമാവുന്ന എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല എന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒട്ടും കുറവില്ല. നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഈ ഒരു കേക്ക് നമ്മളെ ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ കുടുംബത്തിലും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ വേണമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ടൂൾസ് വേണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ടെൻഷനാണ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആരും ടെൻഷനാകണ്ട. ഇതുപോലെ ഒന്ന് ഇനിയിപ്പോൾ ചായപാത്രം വേണമെന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ സ്റ്റീലിൻ്റെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഉൾഭാഗമൊക്കെ നല്ല ആരെടുത്ത് നല്ല പഞ്ഞിക്കെട്ട് പോലെ. അപ്പോൾ നമ്മളെ കേക്ക് നല്ലോണം കൊണ്ട് തണുത്ത് വന്നിട്ടില്ല. അടിഭാഗം ചെറിയ രീതിയിലൊന്നും മുരിഞ്ഞിക്കണം കേട്ടോ. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അത് പറഞ്ഞുണ്ടാക്കണ്ട, കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഗ്യാസ് എനിക്കങ്ങനെ എത്ര കുറച്ച് വെച്ചാലും എൻ്റെ ഇത് കുറഞ്ഞ് നിൽക്കില്ല കേട്ടോ. എൻ്റെ ഗ്യാസിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെച്ചിട്ട് 25 മിനിറ്റിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. കണ്ടല്ലോ, ഇത് കൈ വെച്ച് എടുക്കുമ്പോൾ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണുന്നുണ്ടാവും എന്ന് ഞാൻ കരുതണേ. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോകൾ എന്ത് ചെയ്യുക, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫാമിലി ഗ്രൂപ്പുകളൊക്കെ വാട്സപ്പിലൊക്കെ ഒരുപാടില്ലേ. വേറെ ഒന്നും നോക്കി നിൽക്കല്ലേ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും കാണും ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല അടിപൊളി കേക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കട്ടെ. ചിലർക്ക് ഈ മുട്ടൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ല, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം, എന്നെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ പോണതിൻ്റെ മുന്നേ വീട്, അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ. ചെറിയ വീടോ വലിയ വീടോ എന്നല്ല, സ്വന്തമായിട്ടൊരു വീട്. അപ്പോൾ ഇത് ഈ ഒരു വീട് വിൽക്കാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട് വെള്ളുവമ്പുറത്താണ്. വെള്ളുവമ്പുറം MAC സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏകദേശം ഒരു 100 മീറ്റർ ഉള്ളോട്ടുള്ളൊരു വീടാണ് കേട്ടോ. അതുപോലെ തന്നെ മഞ്ചേരി വഴിക്ക് വരുന്നവർക്കും എളുപ്പത്തിൽ TVSൻ്റെ വലത് സൈഡിലേക്കുള്ളൊരു റോഡുണ്ട്. രണ്ടും 100 മീറ്ററാണ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അടുക്കളയായാലും ബെഡ്റൂം ആയാലും അത്യാവശ്യം സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ലിവിങ് ഏരിയ കേട്ടോ. ലിവിങ് ഏരിയ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം വലിയ ഡൈനിങ് ഹാളാണ് കേട്ടോ. നമുക്കൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും ഒരു വലിയൊരു നമ്മൾ എന്തെങ്കിലും വീട്ടിലൊക്കെ ചെറിയ പരിപാടികളൊക്കെ അകത്ത് വെച്ച് തന്നെ നടത്താൻ പറ്റും. അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടാണ്. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള വില മറ്റു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇത് നമ്മളിതാ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇതാ ഒരു റൂം കേട്ടോ. ഈ റൂമും അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ താമസമില്ല. അപ്പോൾ വീടൊക്കെ തിരയുന്ന ആൾക്കാരുണ്ടാവും, വീട് പണി കഴിഞ്ഞ വീട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഏതായാലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഒരു വീട് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതാണ് കേട്ടോ മറ്റൊരു ബെഡ്റൂം. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ഈ വീട്ടിൽ ഫർണിച്ചറുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ അവർ എടുക്കും. അല്ലാത്തതൊക്കെ ആയിട്ടാണ് സെയിലിന് വെച്ചിട്ടുള്ളത്. ഇതാ ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. മറ്റത് ഡൈനിങ് ഹാളിൽ നിന്നാണ് ഒരു ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റിയ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടാണ് ഇത്. ഏകദേശം 12 സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത്.
ചുറ്റുവട്ടത്തും അയൽവക്കാരൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ പോകുന്ന ആൾക്കാരാണ്. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം കേട്ടോ. ഇത് നമ്മുടെ കിച്ചൺ, അതായത് 2 കിച്ചണാണ്. ഒന്ന് വർക്ക് ഏരിയ, പിന്നെ ഒന്നിങ്ങനെ ഇതുപോലൊരു കിച്ചണാണ്. ഇതാണ് വർക്ക് ഏരിയ കേട്ടോ. ഇതും അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. ഇവിടെ പുകയില്ലാതെ നമ്മൾ ആലുവടുപ്പുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഗ്യാസ് വെച്ചതാണ്. അപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ, അടുപ്പ് യൂസാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ കൂടി പറയുന്നില്ല. ഇതിന് ഓണർമാരുടെ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നമ്പറായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതൽ വിശദവിവരങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു സൈഡാണ്, കണ്ടല്ലോ, അതിമനോഹരം, നല്ല അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ സ്ഥലത്തൊക്കെ താമസിക്കാനായിട്ട്. ഈ ഒരു പിറകെ സൈഡിലാട്ടോ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്, കണ്ടല്ലോ, നല്ല അടിപൊളി സ്പേസ്. അതുപോലെ തന്നെ തെങ്ങുണ്ട്, ഏകദേശം ഒരു 5-6 തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം കുഴൽക്കിണറാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, കണ്ടല്ലോ. ചുറ്റുവട്ടത്ത് താഴോട്ടായിട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല താഴോട്ടായിട്ട് വീടുകളുണ്ട്. അപ്പോൾ ഈ ഒരു വീട് നിൽക്കുന്നത് അത്യാവശ്യം ഉയരത്തിലായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഒരുപാട് കൂട്ടിയിട്ടിരിക്കണല്ലേ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.